പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകളിലൊന്നാണ് കടലും കടൽത്തീരവും. അതേസമയം കടൽ കാരണം ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ വലയുന്ന മനുഷ്യരെ പറ്റി നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഉദാഹരണമാണ് കൊച്ചിയിലെ ചെല്ലാനവും കണ്ണമാലിയും ഒക്കെ. അത്തരം രണ്ട് മനുഷ്യരുടെ വേറിട്ട കഥയിലേക്കാണ് ഇനി പോകുന്നത്. ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരു പെര വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും കടക്കാൻ പറ്റണില്ല. വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ അനുഭവിക്കണേ. എത്ര കൊല്ലങ്ങൾ അനുഭവിക്കുന്നറിയാമോ? ഞങ്ങളെ പേടിച്ചാണ് നിൽക്കണത്. ഞങ്ങൾ ജീവിക്കണത് തന്നെ പേടിച്ചാണ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചെല്ലാനത്തെയും കണ്ണമാലിയിലെയും കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്, ആഗ്രഹ സാഫല്യത്തിന് വിനയായി മാറിയ രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇതാണ് സാമും സാൽവിയും. ചെല്ലാനം കടൽ തീരത്ത് ഇവർ ഒരുമിച്ചിരുന്ന് സ്വപ്നം കാണുകയാണ്. ഒരേ സ്വപ്നം, കിക്ക് ബോക്സിംഗിൽ ദേശീയ ചാമ്പ്യന്മാരാകണം. ഇപ്പോഴത്തെ തന്നെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ എങ്ങനെയെങ്കിലും ഏഷ്യൻ കപ്പ് കളിക്കണം. ഏഷ്യൻ കപ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല രീതിക്കാണ് കളിക്കണമെങ്കിൽ വേൾഡിലോട്ടുള്ള സെലക്ഷൻ കിട്ടും കിക്ക് ബോക്സിംഗിൽ. എൻ്റെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല. ഞാൻ ഇത്ര നാളും ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ കളിച്ചത് പലിശയൊക്കെ എടുത്തിട്ടും അങ്ങനെ എടുത്തിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങ് ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടെന്ന് വെച്ചാൽ. നമ്മുടെ അച്ഛനൊക്കെ ഒരു ദിവസം ബോട്ടിൽ പോയാലും അധികം എല്ലാ ദിവസവും പൈസ കിട്ടണമെന്നില്ല. ചില ദിവസങ്ങളിൽ പൈസ കിട്ടും, ചില ദിവസങ്ങളിൽ പോയി വെറുതെ വരുന്ന പോലെയാണ്. ചില ദിവസം മീൻ കിട്ടാറില്ല. അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. കാലങ്ങളായി കടലാക്രമണത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരുവരുടെയും കുടുംബങ്ങളുണ്ട്. കടൽ ക്ഷോഭിക്കുമ്പോൾ ഇവരുടെ പ്രതിസന്ധി രൂക്ഷമാകും. മത്സ്യത്തൊഴിലാളി കുടുംബമായതിനാൽ തുച്ഛമായ വരുമാനത്തിലാണ് ജീവിതം. ഇപ്പോൾ നമ്മൾ ഒരു ടൂർണമെൻറ്റും കാര്യങ്ങളും കളിക്കാൻ പോകുമ്പോൾ തന്നെ കറക്റ്റായിട്ട് സ്ലീപ്പ് കിട്ടത്തില്ല. കടലടിക്കുമ്പോൾ വീട് നിന്ന് കുലുങ്ങാറുണ്ട്, മിക്കപ്പോഴും നിന്ന് കുലുങ്ങാറുണ്ട്. കടലടിക്കുമ്പോൾ അത് ഇവിടെ നിന്നാ ഫീൽ ചെയ്യാം. പിന്നെ മിക്കപ്പോഴും ഉറക്കം കറക്റ്റ് ആവാറില്ല. നമുക്കിപ്പോൾ ഒരു മത്സരത്തിന് ഞങ്ങൾ പോയപ്പോൾ ഇവിടെ കടൽ കയറി. ഇവൻ്റെ പാരൻസ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കടൽ കയറണം ഭയങ്കര മോശമാണ്. അപ്പം ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ടെൻഷനായിരിക്കും. വീട്ടിലിപ്പോൾ എന്താണ് നടക്കുന്നത്. ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസ് നൽകണം. യാത്രാ ചിലവും മറ്റുമായി 7 ലക്ഷത്തിലധികം രൂപ വേണം. അതിനായി തങ്ങളെ ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാമും സാൽവിയും. കടലിന്റെ മക്കളാണെന്ന അഭിമാനത്തോടെയാണ് സാമും സാൽവിയും പറയുന്നത്. പക്ഷേ കടലേറ്റം മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധിയും പ്രശ്നവുമാണ് ഇതുപോലെ കാണുന്ന മെഡലുകൾ വാരിക്കൂട്ടാൻ ഇവർക്ക് മുന്നിലുള്ള തടസ്സം. ഒരു കൈത്താങ്ങാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ചെല്ലാനത്ത് നിന്നും ക്യാമറമാൻ സ്വാതി കൃഷ്ണനൊപ്പം YS അഭിനന്ദ്, 24.